നിങ്ങൾ ഈ വാവാ സുരേഷ് പറഞ്ഞ വ്യക്തിന്റെ ശരീരം പരിശോധിക്കുക മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇദ്ദേഹം പാമ്പ് പിടിക്കാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പറ്റിയ അപകടങ്ങൾ, അതായത് നമ്മുടെ ഇന്ത്യയിൽ ധീരതയ്ക്കിൽ അവാർഡ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിഷ്പ്രയാസം, ഞാൻ മാത്രമല്ല നമ്മൾ മലയാളികൾ നിഷ്പ്രയാസം പറയുന്ന പേര് വെച്ചാൽ വാവാ സുരേഷ് എന്നായിരിക്കട്ടെ. കാരണം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാമ്പിനെ പിടിച്ചിട്ടുള്ള വ്യക്തി വേണമെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിനെ പറയാം. കാരണം ഇദ്ദേഹം പിടിക്കാൻ പോകുന്നത് വെച്ചാൽ ആ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാണ്. സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് ഇദ്ദേഹം ഓരോ സ്ഥലത്ത് പോയിട്ടും ഓരോ ഉഗ്രപശുവിലെ പാമ്പിനെ ഇദ്ദേഹം പിടിക്കുന്നത്. ഇതിപ്പോൾ പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഈ വാവാ സുരേഷ് എന്ന വ്യക്തി ഒരു പാമ്പിനെ പിടിക്കാൻ പോയി. അവിടെ നാട്ടിൽ വിളിച്ചിട്ട് ഇദ്ദേഹം അവിടത്തേക്ക് പോകുന്നു. ഇദ്ദേഹം ആ സ്ഥലത്ത് എത്തുന്ന മുൻപേ അവിടെ എന്താ പറയുക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇദ്ദേഹം വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വയലിൽ വെച്ചിട്ട് ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ബ്ലോക്ക് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് മില്ലുക്കാരൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എന്ന വീഡിയോസാണ്. നമുക്ക് എന്തായാലും ആ വീഡിയോ എന്തെങ്കിലും കാണാം. ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ എത്തിയ സമയത്ത് ഞാൻ എത്തിയപ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് തോന്നുകയാണ് എന്നെ മാറ്റി എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒന്ന് രണ്ട് വ്യക്തിത്വങ്ങളെ എനിക്ക് പരിചയപ്പെടാം. ഈ ആറാട്ടി എന്ന് പറഞ്ഞ സാധനം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഉണ്ടാക്കി ട്രെയിനിങ് കൊടുത്ത ആദ്യമേ ഞാൻ. ഇന്നത്തെ ആറാട്ടിയിലൊരു ഓഫീസറുടെ സമീപനം വളരെ മോശമല്ല, പറയാതിരിക്കാൻ കഴിയില്ല. എനിക്ക് എൻ്റെ വിഷമം ഉള്ളതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. വളരെ മോശം ഡൗട്ട് വെച്ചോട്ടെ, ഇത് ശരിയല്ല. ഇപ്പോൾ ഈ ആറാട്ടി അല്ലെങ്കിൽ സർപ്പ എന്നൊരു സാധനം തുടങ്ങിയതിനു ശേഷം പാമ്പിനെ പിടുത്തക്കാർ തമ്മിൽ ശത്രുതയായി. വനംവകുപ്പുകാരും പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരും തമ്മിൽ പരമശത്രുതയായി. എനിക്ക് ശത്രുതയായിരുന്നു, പക്ഷേ എന്നെ വളരെ ശത്രുതാ മനോഭാവത്തോടുകൂടി കാണുന്നു. ഇന്ന് ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ പിന്നോട് എന്നോട് പറയുന്നുണ്ടായിരുന്നു, സുരേഷിനെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ കണ്ടു. സുരേഷ് എന്ന് പറഞ്ഞ് സുരേഷ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. അതെന്താണെന്ന് അറിഞ്ഞിട്ടാണ് എൻ്റെ ജാമൻ. എനിക്കറിയില്ല, ഞാൻ സാധാരണക്കാരനാണ്. അവർക്ക് എന്നോട് വൈരാഗ്യമുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് അവരോടൊരു വൈരാഗ്യമില്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട മേളിലോട്ടുള്ള ഓഫീസർമാരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഇവിടെ നടന്ന ആ ഒരു സമീപനം, ഒരു ഓഫീസറുടെ സമീപനം ശരിയായില്ല, നല്ലതല്ല, വളരെ മോശമായിരുന്നു. തെറിവിളിയിലാണ് അവസാനിച്ചത്. ഇത് ശരിയല്ല, അത് വളരെ മോശമാണ്. ഈ വീഡിയോ ആ ഓഫീസർ കാണുന്നുണ്ടെങ്കിൽ വളരെ മോശം, മ്ലേച്ഛം, വൃത്തികെട്ട ഒരു രീതിയായി പോയി. ഞാൻ ഫോറസ്റ്റുകാർ ഇങ്ങനെ പറയുന്നില്ല, പക്ഷെ ഇന്ന് തെറി വിളിച്ചത് ശരിയായില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇതുകൊണ്ടാണ് നിങ്ങളെ നാട്ടുകാർ ബഹുമാനിക്കാത്തത്. നിങ്ങളെപ്പോലെ ചില വ്യക്തിത്വങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് വനംവകുപ്പിലെ മുഴുവൻ. ഓക്കെ, ഇതാണ് ഒരു വീഡിയോ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കാണണമെങ്കിൽ മില്ലുക്കാരൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണാൻ പറ്റും. ഇവിടെ വാവാ സുരേഷ് എടുത്തു പറഞ്ഞ കാര്യം വെച്ചാൽ ഈഗോ ആണ് കേട്ടോ. എല്ലാ മേഖലയിലും ഈഗോ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ ഒരു മേഖലയിൽ ഈഗോ കാണിച്ചിട്ട് എന്താ കിട്ടാനുള്ളത്? എന്തുവാടേ? നിങ്ങൾ ഈ വാവാ സുരേഷ് പറഞ്ഞ വ്യക്തിൻ്റെ ശരീരം പരിശോധിക്കുക മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇദ്ദേഹം പാമ്പ് പിടിക്കാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പറ്റിയ അപകടങ്ങൾ, അതായത് പാമ്പ് കടിയേറ്റ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ തടഞ്ഞു നിർത്തി ഏതെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ ദേഹം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇദ്ദേഹം സ്വന്തം എന്താ പറയുക സ്വന്തം വ്യക്തിഗത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ ഒരു അപകടം നേരിട്ടത്. നമ്മളെപ്പോലത്തെ ഇഷ്ടംപോലെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഈ ഒരു അപകട മേഖലയിൽ പോയിട്ട് ഇദ്ദേഹം അപകടം വാങ്ങിയത്. അത് ചിന്തിച്ചൂടെ? ചോറ് വയ്ക്കുന്നതല്ലേ നിങ്ങളൊക്കെ? ആ ഒരു ബുദ്ധി കാണിച്ചൂടെ? ഒരു വീഡിയോയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ആ ഒരു സ്ഥലത്തെത്തിയ സമയത്ത് മുഴുവൻ ജനങ്ങൾ, അവിടെ ഉണ്ടായ മുഴുവൻ ജനങ്ങൾ ഇദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ടായിരുന്നു എന്ന്. അതാണ് മലയാളി. അംഗീകരിക്കേണ്ട ആൾക്കാർ നമ്മൾ അംഗീകരിക്കും. അതിൽ വലിപ്പച്ചെരുപ്പം നമ്മൾ നോക്കാറില്ല. ഇനി ഇദ്ദേഹത്തിനെ കൊണ്ട് ഉപകാരം അല്ലാണ്ട് ഉപദ്രവം ഏതൊരു മനുഷ്യന്മാർക്ക് ഉണ്ടായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേരളത്തിൻ്റെ സ്വന്തം മുത്ത് തന്നെയാണ് ഈ വാവാ സുരേഷ് പറഞ്ഞ വ്യക്തി. അതിലൊരു മാറ്റമില്ല. ഇനി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരല്ല, ഇനി ആരൊക്കെ എതിർത്താലും നമ്മൾ മലയാളികൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരിക്കും.